എല്ലാവർക്കും നമസ്കാരം. വേദ വിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വർഷത്തെ സ്കന്ദഷഷ്ടി വ്രതം 2025 ഒക്ടോബർ മാസം 27-ാം തീയതി, തുലാമാസം 10-ാം തീയതിയാണ്. അപ്പോൾ എന്താണ് സ്കന്ദഷഷ്ടി? സ്കന്ദഷഷ്ടി വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണ്? വ്രതരീതികൾ എപ്രകാരം? സ്കന്ദഷഷ്ടി വ്രതം എടുത്താൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം. ഭഗവാൻ സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതിന് ഏറ്റവും വിശേഷമായ വ്രതമാണ് സ്കന്ദഷഷ്ടി വ്രതം. ഷഷ്ടിവ്രതങ്ങളെല്ലാം തന്നെ ഉത്തമമാണ്. അതിൽ ഒരു വർഷത്തെ ഷഷ്ടിവ്രതത്തിൻ്റെ ഫലത്തിന് തുല്യമാണ് സ്കന്ദഷഷ്ടി വ്രതം എടുക്കുന്നതിലൂടെ ലഭിക്കുന്നത്. സ്കന്ദഷഷ്ടി വ്രതം പലപ്പോഴും വൃശ്ചിക മാസത്തിൽ ആരംഭിച്ച് തുലാമാസത്തിലെ സ്കന്ദഷഷ്ടിയോടുകൂടി സമർപ്പിക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. എല്ലാ മാസത്തെയും ഷഷ്ടിവ്രതം എടുക്കാൻ സാധിക്കാത്തവർക്ക് തുലാമാസത്തിലെ സ്കന്ദഷഷ്ടി വ്രതം കൊണ്ട് തന്നെ ഒരു വർഷത്തെ ഷഷ്ടിവ്രതം എടുത്തതിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ബ്രഹ്മദേവൻ്റെ ശാപം സുബ്രഹ്മണ്യ ഭഗവാനിൽ നിന്ന് നീങ്ങുന്നതിന് വേണ്ടി മഹാദേവൻ നിർദ്ദേശിച്ച, പാർവതി ദേവിക്ക് നിർദ്ദേശിച്ചതാണ് ഷഷ്ടിവ്രതം എന്നാണ്. ആ സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതിനും ആ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് പാർവതി ദേവി അനുഷ്ഠിച്ചിട്ടുള്ള ഷഷ്ടിവ്രതം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ ഷഷ്ടിവ്രതം ഈ വരുന്ന 2025 ഒക്ടോബർ മാസം 22-ാം തീയതി, തുലാമാസം 5-ാം തീയതി പ്രഥമ തിഥി മുതൽ എടുത്തു തുടങ്ങാവുന്നതാണ്. അന്നേ ദിവസം രാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വ്രതം ആരംഭിക്കാം. 5 ദിവസങ്ങളിൽ, പഞ്ചമി തിഥി വരെയുള്ള ദിവസങ്ങളിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. ബാക്കി 2 നേരങ്ങളിലും ഫലവർഗ്ഗങ്ങളോ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ഗോതമ്പിൻ്റെതായ ഭക്ഷണങ്ങളും ഈ 2 നേരവും കഴിക്കാം. പകൽ ഉറക്കം ഒഴിവാക്കണം. ഏത് വ്രതമായാലും പകൽ സമയത്തുള്ള ഉറക്കം വ്രതസമയത്ത് പാടില്ല എന്ന് തന്നെയാണ്. എല്ലാ ദിവസവും സുബ്രഹ്മണ്യ ഭഗവാനെ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ വെച്ചിട്ടായാലും സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഷഷ്ടിയുടെ അന്ന് പൂർണ്ണ ഉപവാസം സ്വീകരിക്കുക. അന്ന് രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ കുളിച്ച് സമീപത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥനകളിൽ മുഴുകി അഭിഷേകാദി കാര്യങ്ങൾ നമ്മുടെ പേരിൽ വഴിപാടായിട്ട് നടത്തുക. പഞ്ചാമൃത അഭിഷേകം അതിലേറ്റവും പ്രധാനമാണ്. പഞ്ചാമൃത അഭിഷേകം, പാലഭിഷേകം, ഇളനീരഭിഷേകം, ഭസ്മാഭിഷേകം, പനിനീരഭിഷേകം, നെയ്യഭിഷേകം, തേൻ അഭിഷേകം, ചന്ദനം അഭിഷേകം ഇത്യാദി അഭിഷേകങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് നടത്താവുന്നതാണ്. ഈ അഭിഷേകങ്ങൾ ഏതെങ്കിലും ഒന്നോ ഇല്ല മുഴുവനായിട്ടോ ഏതെങ്കിലും പഞ്ചാമൃതം നിർബന്ധമായിട്ട് നടത്തുക. അഭിഷേകാദികൾ നടത്തി കാവടി എടുക്കാൻ സൗകര്യമുള്ള ക്ഷേത്രങ്ങളിൽ കാവടി എടുക്കുക. അന്നേ ദിവസം ഉച്ചയ്ക്ക് ഭഗവാന്റെ തീർത്ഥം സേവിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാം. വ്രതം അവസാനിപ്പിക്കേണ്ടത് പിറ്റേ ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ ഗൃഹത്തിൽ വെച്ച് തുളസി ഇട്ട് വെച്ച ജലം കുടിച്ചോ വേണം വ്രതം അവസാനിപ്പിക്കാൻ. ഷഷ്ടി ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടല്ല വ്രതം അവസാനിപ്പിക്കേണ്ടത്. അന്ന് വൈകുന്നേരവും ഭക്ഷണം കഴിക്കാതിരിക്കുക. ഫലങ്ങൾ മാത്രം, പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കുക. പിറ്റേ ദിവസം രാവിലെയാണ് ക്ഷേത്ര ദർശനം നടത്തി വ്രതം അവസാനിപ്പിക്കേണ്ടത്. ഇത് എല്ലാവരുടെയും കയ്യിൽ നിന്ന് വന്നൊരു തെറ്റാണ്. പൊതുവെ അന്നത്തെ ദിവസം ഷഷ്ടി ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ആ സുബ്രഹ്മണ്യ ഭഗവാനെ വ്രതം സ്വീകരിക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും എന്നുള്ളതിന് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. സന്താനങ്ങൾക്ക് വേണ്ടി മാതാവ് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും സുബ്രഹ്മണ്യ ഭഗവാൻ ആ പ്രാർത്ഥന സ്വീകരിക്കും. മറ്റുള്ള ദേവന്മാരിൽ നിന്ന് അപേക്ഷിച്ച് പ്രത്യക്ഷമൂർത്തിയാണ് സുബ്രഹ്മണ്യ ഭഗവാൻ. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ്. അപ്പം വ്രതമെടുത്ത് തങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാതാപിതാക്കളുടെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന ഒരിക്കലും ആ ഭഗവാൻ കൈവിടില്ല. അങ്ങനെ പഠനത്തിലേക്കുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിനും, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളെല്ലാം പല രീതിയിലും പല കൂട്ടുകെട്ടിലൂടെ അല്ലാതെയൊക്കെ തന്നെ
ചീത്ത മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. ലഹരിയോടുള്ള ഉപയോഗവും ലഹരിയോടുള്ള ആസക്തിയൊക്കെ കൂടിയിട്ട് നിരവധി മാതാപിതാക്കൾക്കാണ് അതിൻ്റെ പേരിൽ മനോതാപമായിട്ട് നമ്മളെ സമീപിക്കാറുള്ളത്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അവരുടെ കുട്ടികളുടെ സൽബുദ്ധി തോന്നാൻ, ഈ ലഹരിയോടുള്ള ആസക്തി എന്നൊക്കെ മാറുന്നതിനും സൽബുദ്ധി തോന്നുന്നതിനും ഈ ഷഷ്ഠിവ്രതം ഏറ്റവും ഉത്തമമാണ്. അതുപോലെ ജാതകത്തിൽ ചൊവ്വാദോഷ നിമിത്തം വിവാഹ തടസ്സം അനുഭവിക്കുന്നവർ സുബ്രഹ്മണ്യ ഭഗവാനെ ഷഷ്ഠിവ്രതം എടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ശരിക്കും മാതാവ് സന്താനങ്ങൾക്ക് വേണ്ടി അല്ലാതെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഷഷ്ഠിവ്രതം സ്വീകരിക്കാവുന്നതാണ്. ഷഷ്ഠിവ്രതം ആരെടുത്താലും അതിൽ പരമപുണ്യം ലഭിക്കുമെന്നാണ്. പിന്നെ തൻ്റെ മകന് വേണ്ടിയിട്ട് പാർവതി ദേവി സ്വീകരിച്ചിട്ടുള്ള വ്രതമായതിനാലാണ് ശരിക്കും സ്ത്രീജനങ്ങൾ, നമ്മുടെ അമ്മമാർ ഈ വ്രതം പ്രധാനമായിട്ടും കൈക്കൊള്ളാൻ തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പം നമ്മളെല്ലാവരും വീട്ടിൽ മക്കൾ സ്കൂളിൽ പോകുന്നവരും ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ചിലവർക്ക് മത്സ്യമാംസാദികൾ നിർബന്ധമാണ്. വ്രതസമയത്ത് ഇത് ഒഴിവാക്കണമെന്നാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ കടമ മറന്നുകൊണ്ട് നമ്മൾ വ്രതം സ്വീകരിക്കരുത്. അതിൻ്റെ പേരിൽ ഒരു ഭഗവാനും നമ്മളോട് പിണങ്ങില്ല. അപ്പം അങ്ങനെ നിർബന്ധമുള്ളവർക്ക് അത് അനുഷ്ഠിക്കുക. അതിനുശേഷം കുളിച്ച് ശുദ്ധമായി വീട്ടിൽ വിളക്ക് കത്തിച്ച്, ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ വിളക്ക് കത്തിച്ച് ഓം വജത് ഭുവേ നമ എന്ന സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം ഒരു 108 പ്രാവശ്യം ജപിക്കുന്നത് ഏറ്റവും ഗുണപരമായിരിക്കും. എല്ലാവരും ഈ വർഷത്തെ സ്കന്ദഷഷ്ഠി വ്രതം എടുത്ത് നമ്മുടെ ദുരിതാദി ക്ലേശങ്ങളും സന്താനങ്ങളുടെ ദുരിത ക്ലേശങ്ങളും ഒക്കെ നീങ്ങാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക. എല്ലാവരെയും സുബ്രഹ്മണ്യ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.